Good afternoon. Good afternoon. Okay. Good day, എല്ലാവരും. Good day, എല്ലാവരും. കഴിക്കണല്ലോ. എടുത്ത കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ടെന്താ? നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? സ്റ്റെറിലൈസേഷൻ ഏരിയ അല്ലെ, 2 മെത്തേഡുകളാണ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത് അല്ലെ. ഏതൊക്കെയായിരുന്നു 2 മെത്തേഡുകള്? ഏതൊക്കെ മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് മെയിൻ ആയിട്ട്? ഓട്ടോക്ലേവും ഈഥൈൽ ഓക്സൈഡ് മെഷീനും ETO. ഓക്കെ ഓക്കെ. ഓട്ടോക്ലേവിൽ എങ്ങനെയാണ് ചെയ്തിരുന്നത് സ്റ്റെറിലൈസേഷൻ? ഓട്ടോക്ലേവിൽ പ്രഷർ ഉപയോഗിച്ച് സ്റ്റീം ചെയ്യാണ് ചെയ്യണത്. സ്റ്റീമിംഗ് മെത്തേഡാണത്. അത് 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 പൗണ്ട് പ്രഷർ ഉപയോഗിച്ച് അത് ഓട്ടോക്ലേവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ആ പ്രൊഡക്റ്റ് സ്റ്റീം ചെയ്താണത് അണുവിക്തമാക്കി എടുക്കുന്നത്. ഒരു 20 മിനിറ്റ്സ് എങ്കിലും എടുക്കും. ഓക്കെ. ഇനി മറ്റേ ETO എങ്ങനെയാണ് കെമിക്കൽ ഗ്യാസിന്റെ എങ്ങനെയാ ചെയ്തിരുന്നത്? ഏതൊക്കെ കൂടുതലും കാർഡിയാക്ക് കാത്തറ്ററും പ്ലാസ്റ്റിക് ഐറ്റംസും എൻഡോസ്കോപ്പ് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണേ. അത് അതായത് മോയ്സ്ചർ ആയിട്ടുള്ള ഐറ്റംസ് അതെല്ലാം എടുത്തു മാറ്റാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കെമിക്കൽ ഗ്യാസ് കടത്തിയിട്ടാണ് ഈ ക്ലീൻ ചെയ്യുന്നത്. ഇതൊരു കോസ്റ്റ്ലി മെഷീനാണ്. അതായത് അതിലുള്ള പോയിസണിങ് ഉള്ള ഗ്യാസ് ആണ് ഇതിലുള്ളത്. അപ്പൊ നമ്മൾ പേഷ്യന്റിന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഗ്യാസിന്റെ മോളിക്യൂൾസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പേഷ്യന്റിന് യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ 8 to 12 hours വേണം ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. വെരി ഗുഡ്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, മിസ് മ്യൂട്ട് ചെയ്യാൻ പോണേ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലാഷ് സ്റ്റെറിലൈസർ. അപ്പൊ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. This machine is largely used in OT for emergency purpose. എന്താണ് OT എന്ന് പറഞ്ഞാല്? OT ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലെ എമർജൻസി പർപ്പസുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെഷീൻ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. This is a special type of autoclave that has very short sterilization cycle of about 3-4 minutes, owing its ability to raise the temperature to 132 degree centigrade എന്ന് പറയുന്നത്. അപ്പോ ഇതിലും സ്റ്റീം സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഓപ്പറേഷൻ തിയേറ്ററിലാണ് എമർജൻസി പർപ്പസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിന്റെ മിനിറ്റ്സ് പോകുന്നത്, അല്ലെങ്കിൽ എത്ര ടൈമാണ് സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? 3-4 മിനിറ്റ്സ് അല്ലെ. അപ്പൊ വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ആണ് ഈ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. 3-4 മിനിറ്റ്സ് ആണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ടൈം എന്ന് പറയുന്നത്. പിന്നെന്താണ്? ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ്? ഇപ്പൊ ഒരു രോഗിക്ക് എന്തെങ്കിലും സർജറിക്ക് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു സർജറി എന്താണ് സർജറിക്ക് ഇപ്പം എന്താണ് ഒരു പ്രാവശ്യം എന്തെങ്കിലും ആ ഇൻസ്ട്രുമെന്റ്സ് എടുത്തു ഉപയോഗിച്ചു, അതിനുശേഷം വീണ്ടും ആ ഇൻസ്ട്രുമെന്റ്സ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് CHSBക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്ത് ക്ലീൻ ചെയ്ത്
സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് നമുക്ക് തിരികെ വാങ്ങിക്കാനുള്ള ടൈം ഇല്ല അല്ലെ. അപ്പപ്പോ തന്നെ എന്താണ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോ ആ ടൈമിൽ തന്നെ അല്ലെ 3 to 2 minutes എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാം. എങ്ങനെ, ഈ എന്താണ് ടെമ്പറേച്ചർ 132 കൂട്ടിയിട്ടിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് 3-4 minutes സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OT ഓപ്പറേഷൻ തിയേറ്ററിലെ എമർജൻസി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞാല്. അതിന്റെ ടൈം, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന പ്രോസസ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാല് 3-4 minutes ആണ്. വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ആണ് ഇതിന് വേണ്ടി വരുന്നത്. അതുപോലെ എന്താണ് 132°C അല്ലെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാം. എങ്ങനെ പറഞ്ഞത്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു വ്യക്തിക്ക് എന്താണ് വീണ്ടും വീണ്ടും ആ ഇൻസ്ട്രുമെന്റ് തന്നെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എന്താണ് CSSBക്ക് കൊണ്ടുപോയി അത് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് അത് വാങ്ങിച്ച് വീണ്ടും അത് യൂസ് ചെയ്യാനായിട്ടുള്ള ടൈം അല്ലെ, കുറെ ടൈം എടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 3-2 minutes സ്റ്റെറിലൈസ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഏത് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്തിട്ടാണ് പറ്റുന്നത്, ഫ്ലാഷ് സ്റ്റെറിലൈസർ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇടയിൽ നോക്കിയേ, കണ്ടോ കുറെ സ്റ്റെറിലൈസേഷൻ മെഷീനുകളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കട്ടോ. ഓക്കെ ആണോ? ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞാല് ഓക്കെയാണ്. നെക്സ്റ്റ് പോർഷനിലോട്ട് പോട്ടെ മിസ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി പറയണോ മിസ്? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ഏരിയ ആണ് സ്റ്റോറേജ് ഏരിയ അല്ലെ. നമ്മള് ഓരോ ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏരിയയാണ് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ദ ഐറ്റംസ് ആർ provisionally stocked in the cleaned rack from where they are issued to user department. എന്താ പറയുന്നത്, സ്റ്റെറിലൈസേഷന് ശേഷം പ്രൊവിഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്, താൽക്കാലികമായി അല്ലെങ്കിൽ ടെമ്പററി ഓക്കെ, താൽക്കാലികമായിട്ട് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഐറ്റംസ് താൽക്കാലികമായിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ക്ലീൻഡ് റാക്കിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താൽക്കാലികമായിട്ട് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കാം, ക്ലീൻഡ് റാക്കിലാണ്. ഇനി എന്താ പറയുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് FIFO is the principle to follow in the replacement of sterile in keeping demand of the department. എന്താ പറയുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, ആ CSSB അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റോറേജ് ഏരിയയില് ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഏത് പ്രിൻസിപ്പിൾ ആയിരിക്കാം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ്. പറഞ്ഞു തരാം മിസ്. എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ ഐറ്റംസുകൾ കളക്ട് ചെയ്ത് റിസീവ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഫസ്റ്റ് ഏത് ഐറ്റം ആണ് റിസീവ് ചെയ്തിരിക്കുന്നത് അത് നോക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസേഷൻ നടത്തി ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് കൊണ്ടുവരും അല്ലെ. അപ്പോ ഫസ്റ്റ് റിസീവ് ചെയ്ത ഐറ്റംസ് ഏതാണോ അത് തന്നെയായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ആ പ്രിൻസിപ്പിളിൽ പറയുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ക്ലിയർ ആയോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ മനസ്സിലായോ എന്താണെന്നുള്ളത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ് കളക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, റിസീവിംഗ് ഏരിയയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യം ഏതാണ് റിസീവ് ചെയ്ത ഐറ്റം എന്താണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും, ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസേഷൻ നടത്തി
ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ എത്തും അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ എത്തുമ്പോൾ ആദ്യം റിസീവ് ചെയ്ത ഐറ്റംസ് ഏതാണെന്ന് നോക്കിയിട്ട് അതായിരിക്കും ആദ്യം ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഓക്കെ ആണോ? പ്രിൻസിപ്പളിലെ കൺസെപ്റ്റ് മനസ്സിലായോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ. അപ്പൊ സ്റ്റോറേജ് ഏരിയയിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ. എന്താണ്? സ്റ്റെറിലൈസേഷൻ ചെയ്ത ഐറ്റംസ് പിന്നീട് സൂക്ഷിക്കുന്നത് എവിടെയായിരിക്കാം? ക്ലീൻഡ് റാക്കിലായിരിക്കാം താൽക്കാലികമായിട്ട് സൂക്ഷിക്കുന്നത്. അതുപോലെ എന്താണ്? അവിടെ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് ഏരിയയില് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും റിസീവ് ചെയ്ത ഐറ്റംസ്, ഫസ്റ്റ് റിസീവ് ചെയ്ത ഐറ്റംസ് ഏതാണോ അതായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയില് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് ലാസ്റ്റ് ഏരിയ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. It should be away from the accepting area. Accepting area എന്ന് പറഞ്ഞാൽ ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഏത് ഏരിയയാണ് accepting area എന്ന് പറയുന്നത്? ഏത് ഏരിയയാണ് accepting area? ഏത് ഏരിയയാണ് പറയുന്നത് accepting area എന്ന്? Receiving area and accepting area എന്ന് പറയുന്നത്. Okay. Accepting area and must have the window with the counter. എന്താ പറയുന്നത്? മിസ് പറഞ്ഞു അല്ലെ, നേരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. റിസീവിംഗ് ഏരിയക്ക് എന്തുണ്ടാവും? പ്രത്യേക തരത്തിലുള്ള വിൻഡോവും കൗണ്ടർ ഉണ്ടാവും. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയക്കും എന്തുണ്ടാവും? ഡിഫറെന്റ് ആയിട്ടുള്ള വിൻഡോവും കൗണ്ടറും ഉണ്ടാവും. അതിലൂടെ ആയിരിക്കാം ഓരോ ഐറ്റംസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ പറയുന്നത് എന്താണ്? ആക്സെപ്റ്റിംഗ് ഏരിയയിൽ ഉള്ളതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലും സെപ്പറേറ്റ് വിൻഡോയും കൗണ്ടറും ഉണ്ടാകും. അതിലൂടെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. In modern hospitals, there may be a different lift than elevators for shifting the sterile material to user department. എന്താ പറയുന്നത്? മോഡേൺ ഹോസ്പിറ്റലുകൾ ഒക്കെ ആണെങ്കിൽ എന്താണ്ടാവും? അവിടെ ഒരു ഡിഫറെന്റ് ലിഫ്റ്റ് ഉണ്ടാവും. ഇതിനു വേണ്ടിയിട്ട് സ്റ്റെറൈൽ ചെയ്ത മെറ്റീരിയൽസ് അല്ലെ, അണുവിമുക്തമാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ലിഫ്റ്റുകൾ ഉണ്ടാകും. എവിടെ? മോഡേൺ ഹോസ്പിറ്റലുകളിൽ. ഓക്കെ അല്ലേ? അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ പറയുന്നത് എന്താണ്? ആക്സെപ്റ്റിംഗ് ഏരിയയിൽ അല്ലെ, റിസീവിംഗ് ഏരിയയിൽ ഉള്ളതുപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള വിൻഡോയും കൗണ്ടറും എവിടെ ഉണ്ടാവും? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ ഉണ്ടാവും. അതുപോലെ എന്താണ്? മോഡേൺ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള സ്റ്റെറൈൽ മെറ്റീരിയൽസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ലിഫ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്? ഡിസ്ട്രിബ്യൂട്ട് ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പ്രത്യേക രീതിയിലുള്ള ലിഫ്റ്റുകൾ അവിടെ ഉണ്ടാവും. ക്ലിയർ ആണോ? സ്റ്റോറേജ് ഏരിയയും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും ക്ലിയർ ആയോ? വായിച്ചു നോക്കട്ടാ, വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ മിസ്സിനോട്. ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണോ മോളെ? പറഞ്ഞുതരാം. ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? OT അല്ലെ, എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലെ എമർജൻസി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ്. OP ഡിപ്പാർട്ട്മെന്റിൽ മാത്രം, എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട്. അവിടെയും സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് നടക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? അവിടുത്തെ ടൈം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, അതെന്താണ്? 3-4 മിനിറ്റ്സ് ആണ്. വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ വരുന്നത്. അതെന്താണ്? ആ ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
3-4 minutes ആയിരിക്കും സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് 132 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടിയിട്ടിട്ട് ആ മെഷീനിൽ കൂട്ടിയിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യാം. 3-4 മിനിറ്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു രോഗിക്ക് തന്നെ 2-3 തവണ ഓരോ ഐറ്റംസ് തന്നെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ CHSD ഡിപ്പാർട്ട്മെന്റിലോട്ട് പോയിട്ട് അത് ആ ഐറ്റംസ് കൊടുത്ത് അത് ക്ലീൻ ചെയ്ത് സ്റ്റെറൈൽ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്ത് വരുമ്പോൾ നേരം എടുക്കുമല്ലേ, കുറെ ടൈം എടുക്കും. അതുകൊണ്ട് എന്താണ് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് ഫ്ലാഷ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ടൈം നോക്കണം കേട്ടോ, ടൈം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് 3 to 4 മിനിറ്റ് ആണ് എടുക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പോർഷനിലോട്ട് പോട്ടെ. ഓക്കെ ആണോ എല്ലാവരും? ഇനി നെക്സ്റ്റ് ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? ക്വാളിറ്റി നമുക്കറിയാം അല്ലെ, ഗുണനിലവാരം അല്ലെങ്കിൽ ഗുണം എന്നൊക്കെ പറയാം. ഇനി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂചനകൾ അല്ലെ, സൂചനകൾ. അപ്പോ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനുകൾ നമ്മൾ പഠിച്ചല്ലേ, എന്താണ്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉണ്ട്, അതുപോലെ ഓട്ടോക്ലേവ് സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനൊക്കെ നമ്മൾ കണ്ടു. അപ്പോ ആ മെഷീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് 3 രീതിയിലാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 3 തരത്തിലുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം ആ മെഷീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്? ഏത് മുഖേനയായിരിക്കാം? മെക്കാനിക്കൽ എന്ന് പറയുമ്പോ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തായിരിക്കാം? അറിയില്ല. എന്താണ്? മെഷീൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ സ്റ്റെറിലൈസേഷൻ മെഷീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അവിടെ എന്താണ്? ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, pressure throughout the time of the sterilization cycle. എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു ഓട്ടോക്ലേവിന്റെ മെഷീൻ അല്ലെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോക്ലേവിൽ എന്തുണ്ടാവും? റെക്കോർഡ് ടൈം ഉണ്ടാവും അല്ലെ. അതിന്റെ ടൈം എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ആ പ്രോസസിംഗ് ടൈം എത്രയാണ്? അവിടെ പറഞ്ഞിരിക്കുന്ന ടൈം എത്രയായിരിക്കാം? മറക്കരുത് ടൈം ഒന്നും. ടൈം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 20 മിനിറ്റ്സ്. അതുപോലെ ടെമ്പറേച്ചർ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ടെമ്പറേച്ചർ 121. അതുപോലെ പ്രഷർ എങ്ങനെയാണ്? 121 ആണ് കേട്ടോ. 15 അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ മെഷീന്റെയും റെക്കോർഡ് അല്ലെ, റെക്കോർഡിംഗ് ടൈം 20 മിനിറ്റ്സ്. അതുപോലെ എന്താണ്? ഓട്ടോക്ലേവിന്റെ ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ 121 മോണിറ്റർ ചെയ്യാം. അതുപോലെ എന്താണ്? പ്രഷർ അല്ലെ, 15 പ്രഷർ മോണിറ്റർ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് കറക്റ്റ് ആയിട്ടാണോ അതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോ 20 മിനിറ്റ്സിൽ കുറവാണ് അതിന്റെ പ്രോസസ്സിംഗ് സൈക്കിൾ. ആ 20 മിനിറ്റ്സിന് കുറവായിട്ടാണ് അതിന്റെ എന്താണ് അതിന്റെ എല്ലാ പ്രോസസ്സിംഗും കഴിഞ്ഞതെങ്കിൽ എന്താണ് അതിന് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. കാരണം എന്താണ്? അതിന് റെക്കോർഡിംഗ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 20 മിനിറ്റ്സ് ആണ്. അതുപോലെ ടെമ്പറേച്ചർ 121 ആണ്. അതുപോലെ പ്രഷർ കൊടുത്തിരിക്കുന്നത് എന്താണ്? 15 ആണ് അല്ലെ. ഇതൊക്കെ എന്തായാലും മോണിറ്റർ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ടൈം, കറക്റ്റ് ടെമ്പറേച്ചർ, കറക്റ്റ് പ്രഷറിലാണ് അത് ആ സർക്കിൾ പൂർത്തിയാക്കുന്നതെങ്കിൽ എന്താണ്? മെഷീൻ ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ആ എന്താണ് സ്റ്റെറിലൈസേഷൻ സൈക്കിള് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പോ ഫസ്റ്റ് വൺ എന്താണ്? മെഷീൻ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. മെഷീൻ വെച്ചിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ പോയിന്റ്?
മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലായോ? എക്സാമ്പിൾ ആയിട്ട് അവിടെ മിസ് പറഞ്ഞില്ലേ ഓട്ടോക്ലേവ് എന്നുള്ളത്, അതൊന്ന് എഴുതി വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ എന്താണെന്നുള്ളത്. ഇപ്പൊ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ സെന്റൻസ് തന്നെ കറക്റ്റ് ഈ സെന്റൻസ് തന്നെ കൊടുത്തിട്ട് ഇത് ഏത് ഇൻഡിക്കേറ്റർ ആണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പൊ കറക്റ്റ് ആ PDF കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഒരു ഹിന്റ് എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ പ്രൂവ് എന്തെങ്കിലും വെച്ചിട്ട് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോർഷൻ മനസ്സിലായില്ലേ? സെക്കൻഡ് എന്താണ്? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കാം ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയായിരിക്കാം? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കെമിക്കൽ വെച്ചിട്ടായിരിക്കാം ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. All chemical indicators are designed to react to physical condition inside the sterilization chamber. This confirms that the autoclave or steam sterilizer is working. There are many types of chemical indicators such as Bovie test pack and chemical indicator strips. എന്താ പറയുന്നത്? നിങ്ങൾ കണ്ടില്ലേ ഈ കെമിക്കലിന് ഇവിടെ ആഡ് കൊടുത്തിട്ടില്ലേ? സ്ട്രിപ്പുകൾ കണ്ടോ നിങ്ങൾ? കെമിക്കലിന്റെ സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഒരു ചേമ്പറില് ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കോ അല്ലെ. സ്റ്റെറിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഐറ്റംസ് ആദ്യം പാക്ക് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചേമ്പറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുകളിലായിട്ട് ഈ കെമിക്കൽ സ്ട്രിപ്പുകളിലെ സ്ട്രിപ്പുകള് ലേബൽ ചെയ്ത് വെക്കും, ഒട്ടിച്ച് വെക്കും. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലോട്ട് കടന്ന് ഈ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഈ സ്ട്രിപ്പുകളില് എന്തെങ്കിലും കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നല്ല രീതിയിൽ സക്സസ്ഫുൾ ആണ് സ്റ്റെറിലൈസേഷൻ നടന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ നല്ല രീതിയിലാണ്, അതിന്റെ ഗുഡ് ക്വാളിറ്റി ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ പറഞ്ഞത്? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഐറ്റംസ് അല്ലെ, ഓരോ ഐറ്റംസ് പാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ വെക്കോ അല്ലെ, സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഐറ്റംസിന്റെ മുകളിലായിട്ട് ഈ കെമിക്കൽ സ്ട്രിപ്പുകൾ ഒട്ടിച്ചു വെക്കും, ലേബൽ ചെയ്യും. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടക്കുന്നു. സ്റ്റെറിലൈസേഷൻ പ്രോസസ് കഴിഞ്ഞതിന് ശേഷം ഈ സ്ട്രിപ്പുകളിൽ എന്തെങ്കിലും കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗുഡ് ക്വാളിറ്റി, മിഷൻ നല്ല ക്വാളിറ്റി ആണെന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ നടക്കുന്നത്. അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി എന്താണ്? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, നിങ്ങളുടെ നോട്ടിലുണ്ടോ എക്സാമ്പിള്? ബോവി ടെസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അതൊന്നും എഴുതി വെച്ചേക്കട്ടാ, എഴുതി വെച്ചോ. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് കാണുന്നില്ലേ? മിസ്സിന്റെ PDF കാണുന്നില്ലേ? ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടാ. ബോവി ടെസ്റ്റ് പാക്ക് ആൻഡ് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഈ ബോവി ടെസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ആണത്. ഈ പാക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ വെക്കും. പാക്കറ്റിന്റെ ഇതില് പുറത്തായിട്ട് എന്താണ്? ഡോട്ട് ഇങ്ങനെ കുത്തുകൾ ഉണ്ടാവും. കുത്തുകൾ ഉള്ള ഈ പാക്കറ്റ് ചേമ്പറിൽ വെച്ച് ഐറ്റംസ് ഒന്നും വെക്കില്ല കേട്ടോ, ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വെക്കില്ല. ഈ പാക്കറ്റ് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇതാക്കും. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ പാക്കറ്റിന്റെ നടുക്ക് ഇങ്ങനെ കുത്തുകൾ ഉണ്ടാവും പറഞ്ഞില്ലേ? പാക്കറ്റിന്റെ കുത്തുകൾ ഉണ്ടാവുമല്ലോ. ഈ കുത്തുകളിൽ എന്തെങ്കിലും കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈഡ്, അത് നല്ല ക്വാളിറ്റി ഉള്ള മിഷൻ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്താ മോളെ, കാണാൻ പറ്റുന്നില്ലേ? സ്പെല്ലിങ് പറയണോ? കേൾക്കുന്നില്ലേ മക്കളെ? എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ?
ഓക്കെ, ചിലപ്പോ മോളെ നെറ്റ് കുറവായിരിക്കാം കേട്ടോ, നെറ്റ് ഉള്ളിടത്ത് പോയിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അപ്പൊ മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഇത് കൂടുതൽ പഠിക്കൊന്നും വേണ്ട. എന്താണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, എന്താണ് കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? സ്ട്രിപ്പ് അല്ലെ, സ്ട്രിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റംസിന്റെ മുകളിൽ അല്ലെ ലാബിൽ ചെയ്ത് വെക്കാം. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ സ്ട്രിപ്പുകളിൽ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ എന്താണ് ഗുഡ് ക്വാളിറ്റിയുള്ള മെഷീൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിന് എക്സാമ്പിൾസ് ആയിട്ട് എന്താണ് ബോബി, ടെസ്റ്റ് പാക്കും, കെമിക്കൽ ഇൻഡിക്കേറ്റർ, സ്ട്രിപ്പ്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായാലേ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഈ ബോബി ഡിക്റ്റ് ടെസ്റ്റ് പാക്ക് മനസ്സിലായാലും ഒരു പാക്കറ്റ് ആണ്. ആ പാക്കറ്റിൽ എന്തുണ്ടാവും? ഇങ്ങനെ കുത്തുകൾ ഉണ്ടാവും. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ആ കുത്തുകളിൽ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ഗുഡ് ക്വാളിറ്റി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലെ? അത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി. എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം ചോദിക്കുകയുള്ളൂ കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. വേറെ ഒന്നും ഇതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നെക്സ്റ്റിലോട്ട് പോട്ടെ മിസ്. ഓക്കെ, ഇനി എന്താണ്? തേർഡ് വൺ ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ, ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ബയോ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? They are living creatures such as microorganisms അല്ലെ. അവിടെ എന്താണ്? ജീവനുള്ളവയാണ് അല്ലെ. മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഒന്ന് അടിയിൽ വരച്ചു വെക്കണം കേട്ടോ. അവിടെ എങ്ങനെയാണ്? മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. They used to confirm sterilization performance to verify the sterilization procedure, display the sterilization effect of the production process, etc. എന്താ നോക്കുന്നത് അവിടെ? സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ അല്ലെ വെരിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ ഇഫക്റ്റുകളാണ് സ്റ്റെറിലൈസേഷൻ നടന്നതിന് ശേഷം എന്തൊക്കെ ഇഫക്റ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നും കൂടി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സെയിം തന്നെയാണ് കേട്ടോ, അതിന്റെ പ്രൊസീജിയറും എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് കെമിക്കൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി നോക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ടാണ് ക്വാളിറ്റി നോക്കുന്നത്. അതിന്റെ സെയിം ബേസിക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സെയിം തന്നെയാണ്. ഇത് കെമിക്കലും മൈക്രോ ഓർഗാനിസംസ് എന്നുള്ളതൊന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ എന്താ പറയുന്നത്? ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ബയോളജിക്കലിന്റെ ആരോ നോക്കിയേ, ഇവിടെ കണ്ടോ ഒരു കുപ്പികള്? ആംബ്യൂൾ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. ആംബ്യൂളില് എന്തുണ്ടാവും? ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് സൊല്യൂഷൻ ഉണ്ടാവും. ഈ ആംബ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ അല്ലെ ഓരോ ഐറ്റംസിന്റെ കൂടെ ഇത് വെക്കും. ഇത് സെയിം തന്നെ കെമിക്കൽ സ്ട്രിപ്പുകൾ വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം ഇതിൽ എന്തെങ്കിലും കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് ക്വാളിറ്റി ഉള്ള മെഷീൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ആംബ്യൂൾ എന്ന് പറഞ്ഞാൽ ആ കുപ്പിനെ പറയുന്നതാണ് മോളെ. ആ കുപ്പി കണ്ടില്ലേ? അതിനെ പറയുന്നതാണ് കേട്ടോ. അത് വായിച്ചു നോക്കണമെങ്കിൽ നോക്കിക്കോ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. ഇതെന്താണ്? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. കെമിക്കൽ സ്ട്രിപ്പുകളിൽ എന്തെങ്കിലും എന്താണ് കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ മെഷീൻ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന്, അല്ലെങ്കിൽ ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ് നല്ല രീതിയിലാണ് നടക്കുന്നത്, സക്സസ്ഫുൾ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് ഈ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിളും നിങ്ങൾ എഴുതി വെച്ചില്ലേ? അതും കൂടെ ഒന്ന് എഴുതി കേട്ടാ. എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ബോബി ടെസ്റ്റ് പാക്ക്. പിന്നെ അതുപോലെ എന്താണ്? കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ്. സ്ട്രിപ്പ് ഇവിടെ നിങ്ങൾക്ക് ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ.
അതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ 2 എക്സാമ്പിളുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മിസ്സിന്റെ PDF നോക്കിയിട്ടൊന്ന് എഴുതി വെക്കും കേട്ടോ അവിടെ. പിന്നെന്താ പറയുന്നത്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. അവിടെ എങ്ങനെയാണ് ബയോ ഓർഗാനിസംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ്, സെയിം പ്രൊസീജിയർ തന്നെയാണ് അല്ലെ. ഈ ആംബ്യൂളിൽ ചെയ്യുന്നത് എന്താ പറയുന്നത്, ആംബ്യൂളില് എന്താണ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയ മൈക്രോ ഓർഗാനിസം സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഐറ്റംസിന്റെ കൂടെ വെച്ചിട്ട് ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടക്കുമ്പോ പ്രോസസ്സിന് ശേഷം എന്തെങ്കിലും കളർ ചേഞ്ച് ഈ ആംബ്യൂളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മിഷൻ നല്ല രീതിയിലാണ് ക്വാളിറ്റി ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ 3 കാര്യങ്ങളും? ഓക്കെ ആണോ? ഈ നെക്സ്റ്റ് എന്താണ്, CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ. 4 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡർട്ടി എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്തായിരിക്കാം, എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാല് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. A sterilized articles is provided at the CSSD issue counter in exchange for a used one at any time. എന്താ പറയുന്നത്, നമ്മള് ഡേർട്ടി ആയിട്ടുള്ള അല്ലെ, അഴുക്കായിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവരും അല്ലെ. റിസീവിംഗ് ഏരിയയിൽ കൊണ്ടുവന്നിട്ട് അവരത് സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസ് ആയിട്ടുള്ള നല്ല എന്താണ് അണുക്തമാക്കിയിട്ടുള്ള ഒരു ഐറ്റം എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എക്സ്ചേഞ്ച് ആയിട്ട്. അപ്പോ ഇവിടെ ആദ്യം മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അതാണ് പറയുന്നത് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. ക്ലിയർ ആയോ? മലിനമായ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ട് അവിടെ സ്വീകരിക്കുന്നു അല്ലെ, അവിടെ കൊടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് നല്ല ക്ലീൻഡ് ആയിട്ടുള്ള സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങിച്ചു കൊണ്ട് പോകുന്നു. അവിടെ എക്സ്ചേഞ്ച് അല്ല നടക്കുന്നത്. ഒരു ഐറ്റം കൊണ്ടുവരുന്നു, അതിനുശേഷം അവര് എന്ത് ചെയ്യുന്നു, അതിന് പകരമായിട്ട് അവര് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻഡ് ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു. ഓക്കെ ആണോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഇതിൽ നിന്ന് ചോദ്യം വരുന്നത് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഈ സെന്റൻസ് തന്നെ ഫസ്റ്റ് സെന്റൻസ് സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സെന്റൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണിത് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ സെന്റൻസ് മാത്രം, ഇവിടെ എന്താണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണ്, സെന്റൻസിൽ എക്സ്ചേഞ്ച് കണ്ടോ. അപ്പൊ എക്സ്ചേഞ്ചിന്റെ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് എന്താണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് പഠിക്കണം കേട്ടോ. എന്തെങ്കിലും ക്ലൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കാം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാല് ഒരു ഐറ്റം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു നല്ല രീതിയിലുള്ള അല്ലെ സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഐറ്റം ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് കൊണ്ടുപോകുന്നു. അതാണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയട്ടെ മിസ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, റിക്വസിഷൻ സിസ്റ്റം. Articles needed are demanded by users on a daily or regular basis and gathered by them at the CSSD counter. അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഏതാണ്, ഡെയിലി ഓർ റെഗുലർ ബേസിസ്. ഓക്കെ, ആ ഡീൽ വരച്ചു വെക്കണം കേട്ടോ. എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും
അതിന്റെ ആവശ്യം അനുസരിച്ച് അല്ലെ, ഡിമാൻഡഡ് അല്ലെ, അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യം അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ഒരു റെഗുലർ ബേസിസിൽ CSSD കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതാണ് റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്. എന്താണ് റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിമാൻഡിനനുസരിച്ച്, ആവശ്യം അനുസരിച്ച് ഡെയിലി ഒരു റെഗുലർ ബേസിസിൽ CSSD കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് വാങ്ങിക്കൊണ്ട് പോകുന്നു. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായില്ലേ? അത് ഇനി പറയണോ രണ്ടെണ്ണോ? ക്ലീൻ ഫോർ ഡേറ്റ എക്സ്ചേഞ്ചും റിക്വസിഷൻ സിസ്റ്റവും ക്ലിയർ ആയില്ലേ? അത് ഓക്കെ ആണോ? മനസ്സിലാവാത്തവരുണ്ടോ? ഇനി നെക്സ്റ്റ് ആണ് ഗ്രോസറി സിസ്റ്റം. ഗ്രോസറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാ പറയണ്ടേ മോളെ? നിഖില? ക്ലീൻ ഫോർ ഡേറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒരു ചീത്തയായിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള അല്ലെ, ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, മലിനമായിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടുവന്ന് CSSD ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നു അല്ലെ. അവർ റിസീവിംഗ് ഏരിയയിൽ നിന്ന് അത് സ്വീകരിക്കുന്നു. അവരത് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് ക്ലീൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കുന്നുണ്ട്. അതാണ് എക്സ്ചേഞ്ച്. അപ്പൊ ഒരു സാധനം കൊടുത്തിട്ട് മറ്റൊരെണ്ണം വാങ്ങിക്കുന്നു, അതാണ് എക്സ്ചേഞ്ചിൽ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? റിക്വസിഷൻ സിസ്റ്റം അല്ലെ. റിക്വസിഷൻ സിസ്റ്റത്തിൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിമാൻഡ് അല്ലെ, അവരുടെ ആവശ്യം അനുസരിച്ച്, അവർ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ എന്താണ് റെഗുലർ ബേസിസിലോ CSSD കൗണ്ടറിൽ നിന്ന് സാധനങ്ങൾ അല്ലെങ്കിൽ ഐറ്റംസുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നു. അതാണ് റിക്വസിഷൻ സിസ്റ്റം. ഇത് ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, എക്സ്ചേഞ്ചിന്റെ അവിടെ അടിയിൽ വരച്ചു നോക്കാം. അതുപോലെ എന്താണ് ഡെയിലി ഒരു റെഗുലർ ബേസിന്റെ അവിടെ അടിയിൽ വരയ്ക്കാം. അപ്പൊ ഏതൊക്കെയാണ്, ഏത് സിസ്റ്റം ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ രണ്ട് സിസ്റ്റങ്ങളും? ഓക്കെ ആണോ? ഇനി എന്താണ് ഗ്രോസറി സിസ്റ്റം? ഗ്രോസറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസറി നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഗ്രോസറി എന്ന് പറഞ്ഞാല് അറിയില്ലേ ഗ്രോസറി എന്താന്നുള്ളത്? സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടോ വീട്ടില്? പലചരക്ക് സാധനങ്ങള് ആരും വാങ്ങിക്കാറില്ല. സ്റ്റേഷനറി ഐറ്റംസ് അല്ലെ, പലചരക്ക് സാധനങ്ങൾ അല്ലെ, പലവ്യഞ്ജനങ്ങൾ, അതാണ് ഗ്രോസറി എന്ന് പറയുന്നത്. അപ്പോ എന്താണ്? ഈച്ച് യൂസേഴ്സ് ഡിമാൻഡ് for a specific period for delivered at suitable intervals regardless of whether the contents have been used for not. എന്താ പറയുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടില് എന്താണ് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് എന്താണ് സാധനങ്ങൾ വേണം അല്ലെ, വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ലിസ്റ്റ് ഇടും അല്ലെ. അരി 5 കിലോ അല്ലെങ്കിൽ 10 കിലോ 15 കിലോ, പഞ്ചസാര 4 കിലോ, ഗോതമ്പ് പൊടി ഇത്രയും, അങ്ങനെ എന്ത് ചെയ്യും? ലിസ്റ്റ് ഇടും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങള് ഗ്രോസറി ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും അല്ലെ. ഇന്ന ഡേറ്റിന് എനിക്ക് എല്ലാ മാസവും ഇന്ന ഡേറ്റ് ആകുമ്പോ എനിക്ക് ഈ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു തന്നെന്ന് പറയാനാണ്. അപ്പൊ എന്ത് ചെയ്യും? അവര് എല്ലാ മാസവും ആ ഡേറ്റ് ആകുമ്പോ ആ ലിസ്റ്റ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സാധനങ്ങളും പാക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തിക്കും അല്ലെ. അതിനുശേഷം വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം പിറ്റേ മാസത്തെ അല്ല എന്താ ഈ മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം തന്നെയുണ്ടെങ്കിൽ ഈ മാസത്തെ സാധനങ്ങള്, ഈ മാസം വാങ്ങിച്ച സാധനങ്ങള് തീർന്നോ ചോദിക്കാറുണ്ടോ അവര്? ഇല്ല, ചോദിക്കാറില്ല. കാരണം എന്താണ്? അവരുടെ ജോലി എന്താണ്? ആ ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് എന്താണ് ഈ സാധനങ്ങൾ വീട്ടിലേക്ക്, ഓരോ മാസവും സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക എന്നല്ലേ. അപ്പോ ഇവിടെ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്താണ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങള്
ലിസ്റ്റ് പ്രകാരം ഓരോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുള്ള ഓരോ ലിസ്റ്റ് പ്രകാരം എന്താ ചെയ്യുന്നുണ്ട്, ഇന്റർവെൽസിൽ അല്ലെങ്കിൽ എന്താണ് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഇടവേളകളിൽ അല്ലെ ഇന്റർവെൽസിൽ അവർ എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ സാധനങ്ങളും ഗ്രോസറി ഐറ്റംസ് പോലെ. ഇപ്പൊ നിങ്ങൾ എന്താണ് മിസ് പറഞ്ഞ ആ എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഗ്രോസറി സിസ്റ്റത്തില് ഇവിടെ CSC ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലേ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായ സാധനങ്ങള് ലിസ്റ്റ് ചെയ്ത് വെക്കും. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇന്നത് വേണം എന്നുള്ള ലിസ്റ്റ് ഇട്ട് വെക്കും. ആ ലിസ്റ്റ് എന്ത് ചെയ്യും, ആ ലിസ്റ്റ് നോക്കിയിട്ട് ഓരോ ഇന്റർവെൽസിലും എന്ത് ചെയ്യും, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർവെൽസിൽ അവർ കൊണ്ടുപോയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് എന്താണ് മിസ് പറഞ്ഞില്ല ഒരു കാര്യം, കഴിഞ്ഞ മാസം തന്ന എന്ത് സാധനങ്ങൾ തീർന്നു എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ലാന്നല്ലേ പറഞ്ഞത്. അതുപോലെ ഇവിടെ എന്താണ് കഴിഞ്ഞ ലിസ്റ്റ് നോക്കിയിട്ട് കഴിഞ്ഞ ലിസ്റ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സാധനങ്ങൾ ഉപയോഗിച്ചോ, ഫുള്ളും ഉപയോഗിച്ചോ എന്ന് അവർ ചോദിക്കാറില്ല. അവരെന്താണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണ്, ആ ലിസ്റ്റ് പ്രകാരം അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും തന്നിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം എന്ത് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡെലിവറി ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണോ? ഗ്രോസറി സിസ്റ്റം മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്നും കൂടി പറയണോ? ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞാല് എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, ലിസ്റ്റ് ഇടും. ഓരോ ലിസ്റ്റ് പ്രകാരം എന്ത് ചെയ്യും, CSC ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി കൊടുക്കും അല്ലെ. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് പ്രകാരം കൊണ്ടുപോയി കൊടുക്കുന്നു. അതിനുശേഷം ആ ലിസ്റ്റ് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഓരോ കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റ് തന്ന സാധനങ്ങൾ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും കഴിഞ്ഞ മാസം. അപ്പൊ എന്ത് ചെയ്യും, ഇത് നിങ്ങൾ ഉപയോഗിച്ചോ, ഫുൾ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചോ എന്ന് അവർ ചോദിക്കുന്നില്ല. അതാണ് പറയുന്നത്. എന്താണ് കഴിഞ്ഞ മാസം യൂസ് ചെയ്ത തന്നിരിക്കുന്ന എക്യുപ്മെന്റ്സ് നിങ്ങൾ മുഴുവനായിട്ട് യൂസ് ചെയ്തോ എന്ന് ചോദിക്കാതെ അവരുടെ ആ ലിസ്റ്റ് പ്രകാരം മാത്രം ലിസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ക്ലിയർ ആയോ അത്? ഓക്കെ ആണോ? ഇനി എന്താണ് ക്വാട്ട സിസ്റ്റം. ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാല് പ്രീ അറേഞ്ച്ഡ്. എന്താ പ്രീ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാല്? പ്രീ അറേഞ്ച്ഡ് മുൻകൂട്ടി ക്രമീകരിച്ച pre-arranged stock levels of different items for each user unit are maintained by delivery personnel. Delivery personnel എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലുള്ള സ്റ്റാഫുകളെയാണ് ഡെലിവറി പേഴ്സണൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്രം CSSD ത്രൂ ഫ്രീക്വന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിവായി ഫ്രീക്വന്റ് ഡെലിവറീസ് എന്ന് പറയുന്നത്. ക്വാട്ട സിസ്റ്റവും ഇങ്ങനെ തന്നെയാണ്, മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോ ചില ഡിപ്പാർട്ട്മെന്റില് എക്യുപ്മെന്റ്സിന്റെ ഷോർട്ടേജ് ഉണ്ടാവും. പിന്നെ എന്താണ് ആ ഡിപ്പാർട്ട്മെന്റിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഷോർട്ടേജുകൾ നോക്കും. അവിടെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഷോർട്ടേജുകൾ, എക്യുപ്മെന്റ്സിൽ എന്തൊക്കെ ഷോർട്ടേജുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് മുൻകൂട്ടി ക്രമീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവറി പേഴ്സണൽസ് വഴി പതിവായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ക്ലിയർ ആയോ? ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മുൻകൂട്ടി ക്രമീകരിക്കും അല്ലെ. ഓരോ സ്റ്റോക്കുകളും ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസിന് ഷോർട്ടേജ് ഉണ്ടോ, അങ്ങനെയുള്ള ഓരോ ലിസ്റ്റുകൾ അവരെ സ്റ്റോക്കുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്,
അവിടുത്തെ ഡെലിവറി പേഴ്സണൽസ് അല്ലെ, ഡെലിവറി സ്റ്റാഫുകൾ വഴി, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലെ ഡെലിവറി സ്റ്റാഫുകൾ വഴി ഫ്രീക്വന്റ് ആയിട്ട്, പതിവായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. അതാണ് ക്വാട്ട സിസ്റ്റം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത്. 4 കാര്യങ്ങള് എന്താണ്? ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, അതുപോലെ ക്വാട്ട സിസ്റ്റം. ഓക്കെ ആണോ? 4 കാര്യങ്ങളും ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലില് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഏരിയ ആണ് അല്ലെ. അവരാണ് ഹോസ്പിറ്റൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ഏത് രീതിയിലാണ് പോകേണ്ടത്, ഏത് പോളിസിയിലൂടെയാണ് പോകേണ്ടത് എന്നൊക്കെ എന്താണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത് അല്ലെ. ഓരോ പോളിസീസും റിട്ടേൺ ചെയ്തിരിക്കുന്നത് അവരായിരിക്കും. അവരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും നോക്കുന്നത്. ഇന്ന പോളിസിയിലൂടെയാണ് പോകുന്നത്, ഹോസ്പിറ്റൽസ് പറഞ്ഞിരിക്കുന്ന രീതിയിലാണോ ഓരോ ഡിപ്പാർട്ട്മെന്റും പോകുന്നത് എന്ന് ആര് ഉറപ്പുവരുത്തേണ്ടതുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ്, അവിടുത്തെ സ്റ്റാഫുകൾ ഉറപ്പുവരുത്തണം. അപ്പൊ അവരുടെ കുറച്ച് കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ. എന്താ പറയുന്നത്? വർക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വർക്ക് പ്രാക്ടീസ് തൊഴിൽ പരിശീലനം. ഓക്കെ, തൊഴിൽ പരിശീലനം. അപ്പൊ തൊഴിലല്ലേ എന്താണ്? CSST ഡിപ്പാർട്ട്മെന്റില് കുറെ ആൾക്കാരുടെ കുറെ സ്റ്റാഫുകളുണ്ട്. അവരുടെ വർക്ക് പ്രാക്ടീസസ് എന്ത് ചെയ്യണം? ഓവർസീ ചെയ്യണം. പിന്നെന്താ കൊടുത്തിരിക്കുന്നത്? റിട്ടൺ പോളിസി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ഓൾ പേഴ്സൺസ് responsible and accountable for sterilizing and disinfecting items and for handling sterilized supplies. എന്താ പറയുന്നത്? അവിടുത്തെ പേഴ്സണൽസ് അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ അല്ലെങ്കിൽ CSST ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ആയിരിക്കണം. എന്തിനൊക്കെയാണ് അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്? സ്റ്റെറിലൈസേഷൻ ഐറ്റംസ് അല്ലെ, ഓരോ ഐറ്റംസും സ്റ്റെറിലൈസ് ചെയ്യാനും അത് ഡിസിൻഫെസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതുപോലെ എന്താണ്? സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവിടുത്തെ സ്റ്റാഫുകള് ഇപ്പോ സ്റ്റെറിലൈസ് ചെയ്യുന്നതിലും ഡിസിൻഫെസ്റ്റ് ചെയ്യുന്നതിലും സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിലും ആര് റെസ്പോൺസിബിൾ ആയിരിക്കണം? അവിടുത്തെ CSST ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ റെസ്പോൺസിബിൾ ആയിരിക്കണം അല്ലെ. എന്താ പറയുന്നത്? അങ്ങനെ ഓരോ വ്യക്തിക്കും എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഐറ്റംസ് യൂസ് ചെയ്യുന്നത് എന്താണ്? നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ അല്ലെ. അല്ലെങ്കിൽ എന്താണ്? അവർക്ക് ക്രോസ് ഇൻഫെക്ഷൻ അതുപോലെയുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യുമ്പോഴും അതിന്റെ കാര്യങ്ങൾ നോക്കണം. അതുപോലെ ഡിസിൻഫെക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താണ്? സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കും ആര് റെസ്പോൺസിബിൾ ആയിരിക്കണം? ഓരോ അവിടുത്തെ സ്റ്റാഫുകൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. അപ്പോ ഈ സ്റ്റാഫുകൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അതിന്റെ പോളിസിയിലൂടെയും പ്രൊസീജിയറിലൂടെയാണോ പോകുന്നത് എന്ന് ആര് ചെക്ക് ചെയ്യേണ്ടതുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെക്ക് ചെയ്യണം. പിന്നെന്താ പറയുന്നത്? If sterility cannot be attained or maintained, the system has failed. Failed എന്നാക്കണം കേട്ടോ. Failed എന്താ പറയുന്നത്? സ്റ്റെറിലിറ്റി അല്ലെ, അണുനശീകരണം നടന്നില്ല എങ്കിൽ ആ സിസ്റ്റം എന്താണ്? ഫെയിൽഡ് ആവും. ഓക്കെ, അണുനശീകരണം നല്ല രീതിയിൽ അല്ലെ, അണുനശീകരണം നടന്നില്ല എങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് ഫെയിൽഡ് ആണ്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഓരോരോ പോയിന്റുകളാണ് കേട്ടോ CSST ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം. Decontaminating, terminally sterilization and clean all reusable items of disposable items അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ, ഇപ്പൊ ഓരോ ഐറ്റംസ് ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ
കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. അപ്പോ എന്താണ്, ഓരോ ഐറ്റംസ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിനകത്തും റീയൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ റീയൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയാറുണ്ടല്ലേ. അപ്പൊ ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ അതെന്ത് ചെയ്യാം, നമ്മൾ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ വരുമ്പോ അത് ഡിസ്പോസ് ചെയ്യാതെ നല്ല രീതിയിൽ റീയൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡീകണ്ടാമിനേഷൻ വരുത്തി സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. അതറിയാലോ നിങ്ങൾക്ക്, ഓരോ ഐറ്റംസ് നല്ല രീതിയിൽ പാക്കേജ് ചെയ്യാം. ലേബലിംഗ് അറിയാലോ, ഡേറ്റ് പറയുന്നില്ലേ ലേബലിംഗിൽ എങ്ങനെ പറയുന്നത്, സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ദിവസം വരെ നമ്മൾക്ക് ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാം എന്നുള്ള ലേബലിംഗ് ചെയ്യുന്നില്ലേ, ആ കാര്യങ്ങളാണ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസിൽ പറയുന്നത്. ക്ലിയർ ആയോ? ലേബലിംഗ് ക്ലിയർ ആയില്ലേ? ലേബലിംഗ് എന്താ ചെയ്യുന്നത്, ഓരോ ഡേറ്റ് എഴുതുമല്ലേ നമ്മള്, സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് ഏതാണ്, അതുപോലെ എന്താണ് ഇത്ര ദിവസം വരെ ഉപയോഗിക്കാം എന്നുള്ളത് കേട്ടോ. ഇനി എന്താ പറയുന്നത്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് സ്റ്റെറിലൈസർ. ഇപ്പോ നമ്മള് ചേംബറിൽ വെക്കോ അല്ലെ, ഓരോ ഐറ്റംസ് പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ ചേംബറിൽ വെക്കും, സ്റ്റെറിലൈസേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് ചെയ്യുന്നുണ്ട്, അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അതാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. അൺലോഡിംഗ് എന്തായിരിക്കാം, സ്റ്റെറിലൈസേഷൻ പ്രോസസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അൺലോഡിംഗ് ചെയ്യുന്നുണ്ട്. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ക്ലിയർ ആയോ? ലോഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെറിലൈസേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ ചേംബറിലേക്ക് ഓരോ ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നതാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം അൺലോഡിംഗ് അല്ലെ, സ്റ്റെറിലൈസേഷൻ പ്രോസസ് കഴിഞ്ഞതിന് ശേഷം ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അൺലോഡ് ചെയ്യുന്നുണ്ട്. അതാണ് അൺലോഡിംഗ്. ഇനി എന്താണ്, ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. ഓരോ ഞാൻ പറഞ്ഞു അല്ലെ, എന്താണ് കറക്റ്റ് ടൈം അല്ലെ, ഓട്ടോക്ലേവ് ഐറ്റംസ്, ഓട്ടോക്ലേവ് മെഷീൻസ് ഒക്കെ എന്താണ് ഓരോ കറക്റ്റ് ടൈം എന്താ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളത്, 20 മിനിറ്റ്. അതുപോലെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റെറിലൈസേഷൻ മെഷീന്റെ ഓപ്പറേറ്റിംഗ് ടൈം ഒക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് വെക്കാം. ഇനി എന്താ പറയുന്നത്, ടൈം മാനേജ്മെന്റ്. പിന്നെ എന്താ പറയുന്നത്, ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. എന്താ പറയുന്നത്, ഇപ്പൊ ഓട്ടോക്ലേവ് മെഷീൻ തന്നെ എടുക്കാം, അതിന്റെ ടൈം, അതുപോലെ ടെമ്പറേച്ചർ, പ്രഷർ ഒക്കെ നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നില്ലേ, സെറ്റ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. നല്ല രീതിയിൽ അത് മോണിറ്റർ ചെയ്യണം അല്ലെ, ടെമ്പറേച്ചർ കറക്റ്റ് ആണോ, പ്രഷർ നല്ല കറക്റ്റ് ആണോ, കൊടുത്തിട്ടുള്ളത് പോലെ തന്നെയാണോ അതിന്റെ സൈക്കിൾ പോകുന്നത്, ഇപ്പൊ 20 മിനിറ്റ് തന്നെയാണോ അതിന്റെ സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങള് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡിസ്പ്ലേ പ്രദർശിപ്പിക്കുകയും വേണം. പിന്നെ എന്താ പറയുന്നത്, adhering to safety measures and preventive maintenance protocol. സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സുരക്ഷാ നടപടികൾ. സേഫ്റ്റി മെഷേഴ്സ് സുരക്ഷാ നടപടികൾ. അതുപോലെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാല് പ്രതിരോധ പരിപാലന പ്രോട്ടോകോൾ. സേഫ്റ്റി മെഷേഴ്സും അതുപോലെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോളും കൃത്യമായിട്ട് പിന്തുടരണം. നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്, സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ് അല്ലെ. സ്റ്റെറൈൽ ഐറ്റംസ് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയയിലാണ് സൂക്ഷിക്കേണ്ടത്. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം, സ്റ്റെറൈൽ അല്ലെ അണുനശീകരണം വരുത്തിയ ഐറ്റംസ് ആണ്. അപ്പൊ നമ്മൾ കൈ കൊണ്ടൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലിനമാകാം. അല്ലെങ്കിൽ ക്ലീൻഡ് അൺക്ലീൻഡ് ഏരിയസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അത് ഓരോ പേഷ്യന്റിനും ബുദ്ധിമുട്ടാണ് അല്ലെ, ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ സ്റ്റെറൈൽ ഐറ്റംസ് ക്ലീൻഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുള്ള ഏരിയാസിൽ മാത്രമേ സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ് അല്ലെ. സ്റ്റെറൈൽ ഐറ്റംസ് എന്താണ്, പേഷ്യന്റിന് എന്താണ് യൂസേജിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് അല്ലെ, നല്ല എല്ലാ പക്കയായിട്ട് സ്റ്റെറൈൽ ചെയ്ത ഐറ്റംസ് ഇരിക്കണമെങ്കിൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോയി ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കുന്ന ആ പ്രോസസ്സിംഗ് വരെ ആയിട്ട് അല്ലെ
റെഡി ഫോർ യൂസിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ എന്താണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ സ്റ്റാഫുകൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി എന്താ പറയുന്നത്, മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ് സ്റ്റെറൈൽഡ് ഐറ്റംസ്, എന്താണ് സ്റ്റെറൈൽഡ് ഫീൽഡിൽ അല്ലെ അണുമുക്തമാക്കിയിട്ടുള്ള ഏരിയയിൽ മാത്രമേ സൂക്ഷിക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല പക്കയായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് നോക്കേണ്ടതുണ്ട്. ഓക്കെ ആണോ? ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്. ഇനി ചെറിയൊരു പോർഷൻ കൂടെ ഉണ്ട്, ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ തീരുകയാണ് കേട്ടോ. എന്താണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSSD മാനേജർ ഇൻചാർജ്. എന്താണ് അവിടുത്തെ മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് CSSD അല്ലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റിലെ ഓവറോൾ ആയിട്ടുള്ള സൂപ്പർവിഷൻ ആര് ചെയ്യണം? CSSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം, മേൽനോട്ടം വഹിക്കണം. പിന്നെന്താ പറയുന്നത്, ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. പറഞ്ഞു അല്ലെ, ടൈമിങ് അല്ലെ, ഓട്ടോക്ലേവിന്റെ ടൈമിങ്, അതുപോലെ എന്താണ് പ്രഷർ കൊടുക്കുന്നത്, ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യണം അല്ലെ. ഓരോ സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രത്യേക ടൈമില് ആ ടൈമിനുള്ളിൽ തീരുന്നുണ്ടോ, ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, അപ്പൊ എന്താണ് ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ് നല്ല രീതിയിലെല്ലാം നടന്നിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ടൈമിങ്, ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം. പിന്നെന്താ പറയുന്നത്, അത് കറക്റ്റ് രീതിയിലാണോ നടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് റെസ്പോൺസിബിലിറ്റി ആണ് മാനേജർ, CSSDയുടെ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, സൂപ്പർവൈസിങ് ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ് അല്ലെ. അവിടുത്തെ ഓരോ സ്റ്റാഫിനെയും എന്ത് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം, മേൽനോട്ടം വഹിക്കണം, അതുപോലെ ഗൈഡ് ചെയ്യാം. ഇന്ന കാര്യങ്ങള് അവർക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പിന്നെന്താണ് ട്രെയിനിങ്, നല്ല രീതിയിലുള്ള ഒരു വെൽ ട്രെയിൻഡ് ആക്കണം. പിന്നെന്താ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഷിഫ്റ്റിംഗ് ടൈം. ചിലപ്പോ ചില സ്റ്റാഫുകൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കാം, ചിലപ്പോ എന്താണ് ഡേ ആയിരിക്കാം, ഡേ ഷിഫ്റ്റ് ആയിരിക്കാം. അങ്ങനെയുള്ള ഷിഫ്റ്റിംഗ് ടൈമുകൾ അവർക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക, അതിന്റെ റെക്കോർഡുകളും കീപ്പ് ചെയ്യണം. അലോട്ടിംഗ് റിസോഴ്സസ് അല്ലെ. റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വിഭവങ്ങൾ. അപ്പോ വിഭവങ്ങളിൽ ആരൊക്കെ പെടും, എക്യുപ്മെന്റ്സ് പെടാം, അതുപോലെ മെഷീൻസ് പെടാം, അതുപോലെ സ്റ്റാഫുകളൊക്കെ പെടാം. സ്റ്റാഫുകൾക്കൊക്കെ ഇപ്പൊ കുറവാണെങ്കിൽ അപ്പൊ അവിടെ CSSD ഡിപ്പാർട്ട്മെന്റില് സ്റ്റാഫുകളുടെ അഭാവമോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ അഭാവമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ മെഷീൻസ്, സ്റ്റാഫുകൾ, അതുപോലെ എക്യുപ്മെന്റ്സും അനുവദിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അനുവദിക്കണം, അലോട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. എന്താ പറയുന്നത്, സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ച്, സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സൂക്ഷ്മ പരിശോധന നടത്തി അതിനുശേഷം എന്ത് ചെയ്യണം, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ്, നടപടികൾ എടുക്കണം. അപ്പോ സൈക്കിളിന്റെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സൈക്കിളിന്റെ എണ്ണം കുറച്ചിട്ട് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഉപഭോക്ത വസ്തുക്കളും അതുപോലെ എന്താണ് അവിടെയുള്ള സപ്ലൈസ് എന്ന് എക്യുപ്മെന്റ്സുകൾ, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകള്, അതിന്റെ വിവര പട്ടിക, ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവര പട്ടിക മാനേജ് ചെയ്യണം. അപ്പോ കൺസ്യൂമബിൾസിന്റെയും സപ്ലൈസിന്റെയും എന്താണ് ഇൻവെന്ററി അല്ലെ, വിവര പട്ടികകള് മാനേജ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് CSSD മാനേജർ ഇൻചാർജിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്.
ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഓവർസീ ചെയ്യാം അല്ലെ, എന്താണ് സൂപ്പർവൈസ് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റ് ഓവറോൾ ആയിട്ടൊന്ന് സൂപ്പർവൈസ് ചെയ്യാം. പിന്നെ എന്താണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ടൈമിങ്, പ്രഷർ, ടെമ്പറേച്ചർ ഒക്കെ നല്ല രീതിയിലാണോ അതെന്നുള്ളത് ചെക്ക് ചെയ്യണം, അത് ഡിസ്പ്ലേ ചെയ്ത് വെക്കാം. പിന്നെ എന്താ പറയുന്നത്, ഓരോ സ്റ്റാഫിനെയും സൂപ്പർവൈസ് ചെയ്യാം, ഗൈഡ് ചെയ്യാം, ട്രെയിനിങ് പേഴ്സണുകൾ അല്ലെ അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാം. ഡ്യൂട്ടി റോസ്റ്റർ അല്ലെ, ഡയറക്റ്റിംഗ് ഡ്യൂട്ടി റോസ്റ്റർ എന്താ പറയുന്നത്, ഓരോ സ്റ്റാഫുകളുടെയും ഷിഫ്റ്റിംഗ് ടൈമുകൾ ചെയ്തു കൊടുക്കാം, അത് റെക്കോർഡ് ചെയ്യുകയും വേണം. ഓരോ സ്റ്റാഫിന്റെയും ടൈം എങ്ങനെയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും വേണം. പിന്നെ എന്താ പറയുന്നത്, അലോട്ടിംഗ് റിസോഴ്സസ് അല്ലെ, വിഭവങ്ങൾ. ഇപ്പോ സ്റ്റാഫിന്റെ അഭാവം അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുവദിച്ചു കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? CSST മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്താ പറയുന്നത്, സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ നമ്പർ കുറച്ചിട്ട് അത് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോള് മെഷേഴ്സ് എടുക്കണം. പിന്നെന്താ പറയുന്നത്, സപ്ലൈസിന്റെയും കൺസ്യൂമബിൾസിന്റെയും വിവര പട്ടിക ഇൻവെന്ററി മാനേജ് ചെയ്യുക. ഓക്കെ ആണോ? ഇത്രയുമാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആരുടെ? CSST മാനേജർ ഇൻചാർജിന്റെ. ഇതോടുകൂടി നമ്മുടെ CSST ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത്രയും വരെ നാളെ വരുമ്പോ പഠിച്ചുകൊണ്ട് വരാട്ടാ. ഇനി സമയമില്ലണ്ട മക്കളെ, കുട്ടികളെയൊക്കെ മാറ്റിക്കോ. ഒക്ടോബർ ആയി, എക്സാം ഇപ്പൊ വരും കേട്ടാ. നന്നായിട്ടിരുന്ന് പഠിക്കാം. നമ്മുടെ ഈ ചാപ്റ്ററിലെ കുറെ ഫ്ലോ ചാർട്ടുകളൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് പഠിക്കാട്ടാ. മറക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടാ. എക്സാംസിന്റെ കാര്യം മിസ്സിന് അറിയില്ല, സാറുമാരോട് ചോദിച്ചാൽ മതി എക്സാമിന്റെ കാര്യം. ഇതൊന്നും മറക്കരുതേ, മാറിപ്പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. കുറെ ഫ്ലോ ചാർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫ്ലോ ചാർട്ടൊക്കെ എന്തായാലും വരും. നന്നായിട്ട് പഠിക്കാട്ടാ ഇരുന്ന്. ഓക്കെ, താങ്ക് യു.